ഞാനടങ്ങുന്ന അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന പുതിയ തലമുറ അനന്തമായ സ്വപ്നങ്ങളുടെയും അവസരങ്ങളുടെയും ലോകത്താണല്ലേ ജീവിക്കുന്നത്. എന്നാൽ ലഹരി മരുന്ന ഭീഷണി നിശബ്ദമായി തന്നെ നമ്മുടെ പുതിയ തലമുറയെ, നമ്മൾ അടങ്ങുന്ന തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടല്ലേ. ഒരുപക്ഷെ ഒരു ചെറിയ കൗതുകം അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്ന രീതിയിൽ തുടങ്ങുന്ന ഈ ഒരു ലഹരി മരുന്നിന്റെ ഉപയോഗം ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ തന്നെയാണ് ഇരുട്ടിലാക്കുന്നത്. അതൊരുപക്ഷെ അവരുടെ ശരീരത്തെയും മനസ്സിനെയും മാത്രമല്ല, അവരുടെ ജീവിതത്തെയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയും കൂടാണല്ലേ ഇരുട്ടിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ ശക്തിയും ഭാവിയും എല്ലാം തന്നെ നമ്മുടെ യുവാക്കളിലാണ് അല്ലെങ്കിൽ വരും തലമുറയിലാണ്. ഈ ഒരു അവസരത്തിൽ ഡോക്ടർ അബ്ദുൽ കലാം സാറിന്റെ ചില വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. സ്വപ്നങ്ങൾ കാണുന്നവരല്ല ഭാവിയെ മാറ്റുന്നത്, സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു നാടിന്റെ കലാ സാംസ്കാരിക സംഘടനയ്ക്ക് ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ആ നാടിന്റെ അല്ലെങ്കിൽ ആ നാട്ടിലെ യുവാക്കളെ തന്നെയാണല്ലേ. ഈ ഒരു കേരളപ്പിറവി ദിനത്തിൽ മയക്കുമരുന്നെന്ന വിപത്തിനെതിരെ ബോധവൽക്കരണം സൃഷ്ടിച്ച് പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും വളർത്തിക്കൊണ്ട് യുവാക്കൾക്ക് നല്ലൊരു വഴികാട്ടിയായി നമ്മുടെ ഫ്ലാഷ് ഒരുക്കുന്ന ലഹരി വിരുദ്ധ വാഹന റാലിയും ബോധവൽക്കരണ പരിപാടിയും മയക്കുമരുന്നിന്റെ ചങ്ങലകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കട്ടെ. അതിനായി നമുക്കും ഒത്തൊരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ദിനാശംസകൾ.